ഹലോ എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോജിക് ഗേറ്റുകളെ കുറിച്ചാണ്. നമ്മൾ ആദ്യം ആൻഡ് ഗേറ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ ഓർ ഗേറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോട്ട് ഗേറ്റിനെ കുറിച്ചാണ്. എന്താണ് നോട്ട് ഗേറ്റ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സിമ്പൽ എങ്ങനെ, ട്രൂത്ത് ടേബിൾ എങ്ങനെ, പ്രോപ്പർട്ടീസ് എന്താണ്, ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇൻവേർട്ടർ. അതായത് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഇൻവേർട്ടാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. നമുക്കിപ്പോൾ 1 ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടുക. നമ്മൾ ഇൻപുട്ടായിട്ട് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. അതായത് എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിട്ടുന്ന ടൈപ്പ് ഗേറ്റിനെയാണ് നമ്മൾ ഇൻവേർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏത് ഇൻപുട്ടിനെയും ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോജിക് ഗേറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ സർക്യൂട്ടിനകത്തൊക്കെ നമ്മൾ ഒരുപാട് ലോജിക് ഗേറ്റ്സിനെ അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ബേസിക് എലമെൻറ്റ്സിൻ്റെ പർപ്പസിനനുസരിച്ചാണ്. അപ്പോൾ ആൻഡ് കൊടുക്കുന്നത് 2 ഇൻപുട്ടും വരുമ്പോൾ ഹൈ ആവുക, 2 ഇൻപുട്ടുകളും ഒരുപോലെ 1 ആണെങ്കിൽ മാത്രം റിസൾട്ട് 1 ആവുന്ന കേസിലാണെങ്കിൽ, ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ഓൺ ആയാൽ അല്ലെങ്കിൽ ഹൈ ആയാൽ അല്ലെങ്കിൽ 1 ആയാൽ റിസൾട്ട് 1 ആവും എന്നുള്ള പ്രത്യേകത ഉള്ള ഗേറ്റാണ്. നോട്ട് വരുമ്പോൾ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഇൻവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് നോട്ട് ഗേറ്റിൻ്റെ സിമ്പൽ എന്താണ്, അതുപോലെ ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ നോക്കാം. ഇതിനകത്ത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ എ എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എ കോംപ്ലിമെൻ്റ് ആണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കൂ, ബൂളിയൻ എക്സ്പ്രഷൻ y = a ബാർ. ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം, നോട്ട് എ എന്നാണ് റീഡ് ചെയ്യുക. നോട്ട് എ ഓർ കോംപ്ലിമെൻ്റ് എ എന്നൊക്കെ നമുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ എ ഇൻവേർട്ട്സ് എന്നൊക്കെ പറയാം. അതായത് എ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് കിട്ടുക കേട്ടോ. ഇനി ട്രൂത്ത് ടേബിളിലേക്ക് പോകാം. ഇൻപുട്ടായിട്ട് നമ്മൾ എ കൊടുക്കുന്നു, ഔട്ട്പുട്ട് y = a നോട്ട് എ. അപ്പോൾ എന്താണ്, ആദ്യം ഇൻപുട്ട് നമ്മൾ 0 കൊടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടി. പിന്നെ നമ്മൾ ഇൻപുട്ട് 1 കൊടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് 0 കിട്ടി. അതായത് ബൈനറി നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണല്ലോ നമ്മുടെ മെഷീൻസിനകത്തും ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്തൊക്കെ നടക്കുക. അപ്പോൾ ഈ ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, 0 കൊടുക്കുമ്പോൾ 1 കിട്ടും, 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഈ 2 നമ്പേഴ്സിൻ്റെ കളികൾ മാത്രമേ ഇതിനകത്ത് നടക്കുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ വന്നിട്ട് ഇൻവേർഷൻ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ ബേസിക് തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്രയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവേർഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ എ, അതിനെ നമ്മൾ ഡബിൾ നെഗേഷൻ ചെയ്താൽ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ, അതിനെ നമ്മൾ ഡബിൾ ഇൻവേർട്ട് ചെയ്താൽ, ഡബിൾ നോട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, എ എന്ന് തന്നെയായിരിക്കും. പകരം സിംഗിൾ നെഗേഷനാണ് ചെയ്യുന്നതെങ്കിൽ എ ബാർ കിട്ടും, ഡബിൾ നെഗേഷൻ ആകുമ്പോൾ എ കിട്ടും, ഇനി 3 ടൈം നെഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എ ബാറാണ് കിട്ടുക. അങ്ങനെ ടൈംസ് ചെയ്യുമ്പോഴൊക്കെ ആ ബാർ കിട്ടും. എന്നാൽ ഈവൻ ടൈംസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് എ എന്ന് തന്നെയാണ് കിട്ടുക. പിന്നെ സെൽഫ് ഡ്യുവാലിറ്റിയാണ്. നോട്ട് ഗേറ്റ് ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്. അതായത് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഇൻവേഴ്സാണ്. അതായത് എന്താണോ കൊടുക്കുന്നത് അതിന് ഇൻവേഴ്സാണ് നമുക്ക് ആ ഗേറ്റിലൂടെ കിട്ടുക. അതിനെയാണ് സെൽഫ് ഡ്യുവാലിറ്റി എന്ന് പറയുക. മറ്റേതൊക്കെ നമുക്ക് 2 ഇൻപുട്ട് കിട്ടി അതിൻ്റെ കോമ്പിനേഷനൊക്കെ വേണ്ടേ. പിന്നെ ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി, അതായത് മൾട്ടിപ്പിൾ നോട്ട് റെഡ്യൂസ് ടു എ സിംഗിൾ നോട്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു ഓഡിൻ്റെയും ഇവൻറ്റിൻ്റെയും കേസ് പറഞ്ഞു, നമ്മൾ ഈവൻ ടൈംസ് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ഔട്ട് ആയിക്കാണ്ട് ആ സെയിം വാല്യൂ ആണ് കിട്ടുക എന്ന് പറഞ്ഞു. അതായത് എ ആണ് കിട്ടുക, എ ഡബിൾ നെഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ എ ട്രിപ്പിൾ നെഗേഷൻ ഓർ മൾട്ടിപ്പിൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡ് ടൈംസ് ആണെങ്കിൽ സിംഗിൾ നോട്ടായിട്ടാണ് നമുക്ക്, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം നെഗേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, സിംപ്ലിഫൈ ചെയ്യാമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 3 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇൻവേർഷൻ പ്രോപ്പർട്ടി, പിന്നെ ഒന്ന് സെൽഫ് ഡ്യുവാലിറ്റി, പിന്നെ ഒന്ന് ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി. അടുത്ത് വരുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് നോട്ട് ഗേറ്റ് ആണ്. എന്തൊക്കെയാണ് നോട്ട് ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ഡിജിറ്റൽ സർക്യൂട്ട്സ്. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്ത്
ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഓർ ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷനാണ് ഈ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. പ്രോസസ്സറിലും മെമ്മറി യൂണിറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിൽ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺട്രോൾ സിസ്റ്റമാണ്. നമുക്ക് ഒരു ടേൺ ഓഫ് എ ഡിവൈസ് വെൻ എ സിഗ്നൽ ഈസ് ഓൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നൽ ഓൺ ആയിക്കഴിഞ്ഞാൽ ഡിവൈസ് ടേൺ ഓഫ് ആവണം. അങ്ങനത്തെ കേസുകൾ, അതായത് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന കേസുകൾ, കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയാം. അതിനകത്തും നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൂളിയൻ ലോജിക് സിംപ്ലിഫിക്കേഷൻ, അതായത് കോംപ്ലക്സ് സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്, അതായത് ഹൈ സിഗ്നൽസിനെ ലോ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനും ലോ സിഗ്നൽസിനെ ഹൈ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നോട്ട് ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഡിജിറ്റൽ സർക്യൂട്ട്സ്, അതായത് പ്രോസസ്സറിലും മെമ്മറി യൂണിറ്റിലൊക്കെ നമ്മൾ ബേസിക്കലി നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിഗ്നൽ പ്രോസസ്സിങ്ങിലാണ്, അതായത് ഹൈ സിഗ്നൽസിനെ നമുക്ക് ലോ സിഗ്നൽസ് ആയിട്ടും ലോ സിഗ്നൽസിനെ ഹൈ സിഗ്നൽസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമുക്ക് നോട്ട് ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നോട്ട് ഗേറ്റ് ആണ്. എന്തൊക്കെയാണ് നോട്ട് ഗേറ്റിൻ്റെ പറഞ്ഞത്? നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻവേർട്ടറാണ്. നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിൻ്റെ ഇൻവേർട്ടാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ഡിജിറ്റൽ സർക്യൂട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് എലമെൻ്റാണ് ഈ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. പിന്നെ 1 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ 0 ഔട്ട്പുട്ട് കിട്ടും, 0 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ 1 ഔട്ട്പുട്ട് കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ സിമ്പിൾസ് നമ്മൾ പറഞ്ഞു, y = a ബാർ അല്ലെങ്കിൽ y = നോട്ട് എ. പിന്നെ ട്രൂത്ത് ടേബിൾ, അതായത് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആകും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആകും. പിന്നെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഇൻവേർഷൻ പ്രോപ്പർട്ടി, സെൽഫ് ഡ്യുവാലിറ്റി, ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി. പിന്നെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു, ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്ത്, കൺട്രോൾ സിസ്റ്റത്തിനകത്ത്, ബൂളിയൻ ലോജിക് സിംപ്ലിഫിക്കേഷനകത്ത്, സിഗ്നൽ പ്രോസസ്സിങ്ങിനകത്തൊക്കെ നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നോട്ട് ഗേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാട്ടോ. എന്തായിരുന്നു ആൻഡ് ഗേറ്റ്? എന്താണ്? അതൊരു ബേസിക് ലോജിക് ഗേറ്റാണ്. എന്താണ്, എല്ലാ ഇൻപുട്ടുകളും 1 ആയാൽ മാത്രം റിസൾട്ട് 1 ആവുന്നൊരു ഗേറ്റാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓർ ഗേറ്റ് പറഞ്ഞു. ഓർ ഗേറ്റും ഒരു ബേസിക് ഡിജിറ്റൽ ലോജിക് ഗേറ്റാണ്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് 1 ആയാൽ തന്നെ റിസൾട്ട് 1 ആകുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയാണ് ഗേറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ബേസിക് ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.